Credit card, credit card, credit card. I don't like it. I avoid it. But credit card likes me. How could I avoid? ആമസോണില് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാ, ഫ്ലിപ്കാർട്ടിലാ, ബിഗ് ഡേയ്സിലാ, യെസ്, ഐഫോൺ, മാക്ബുക്ക്, ടി വി, ഫ്രിഡ്ജ്, ഗാർമെന്റ്സ്, എവറിത്തിങ് ഈസ് ഓൺലി ഓൺ ദ പ്രൈസ് ഫോർ credit card purchase. How could I avail this? Credit card, the only option is credit card. Yes, credit card. I need my credit card. Yes, I got my credit card. ഇതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്. ഓക്കെ, നിങ്ങളിൽ പലരും ഇതേപോലെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും, ഇതേപോലത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രെഡിറ്റ് കാർഡ് ഈസ് നോട്ട് ആൻ അസറ്റ്, ഇറ്റ് ഈസ് എ ലൈഫ് ടൈം ഡെപ്റ്റ്. This is not for you if you are already in a financial crisis or debt. നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് ഡെപ്റ്റ്സ് ഉണ്ട്, ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യു ആർ ടേണിംഗ് ടു എ പൂൾ ഓഫ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്. ഇതിലും കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഡെപ്റ്റിലേക്കാണ് നിങ്ങൾ എടുത്ത് ചാടുന്നത്. സോ ഡോണ്ട് യൂസ് ഇറ്റ്. എടാ, നീ ഇത്രയൊക്കെ പർച്ചേസ് ചെയ്തോ, എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നിങ്ങൾ ബാങ്കിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് GST ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോസസ്സിംഗ് ഫീസ് ആയിട്ടും പല രീതിയിലായിട്ടാണ് അവർ എടുക്കുന്നതെന്ന് മാത്രം. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. സോ ക്രെഡിറ്റ് കാർഡ് is not a free amount of money bank giving to you. It is not your asset. It is bank's asset that they will give you for interest on a specific reason they are giving you. Not everyone is getting credit card is because they are not having money. പൈസ ഉള്ളവർക്ക് മാത്രമേ ബാങ്ക് പൈസ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും കാശില്ലാത്ത ഒരു പിച്ചക്കാരനോ അല്ലെങ്കിൽ പണിയില്ലാത്തവർക്കോ ഒരു രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്ത ഒരു പേഴ്സണിനെ ബാങ്ക് കൊണ്ടുപോയിട്ട് ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് റിക്വസ്റ്റ് ചെയ്താൽ കൊടുക്കാനോ പോണില്ല. സോ it is not a favor. Okay, we'll get into that, all the experience I have had during this credit card usage. Previously ഒരു 1.5 years 1 or 2 years ആയിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഞാൻ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ, അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇൻ കേസ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആവാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഏത് ടൈപ്പ് കാർഡാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ പൂർണ്ണമായിട്ടും ബോധവാനായിരിക്കണം. കാരണം പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. പല പർച്ചേസിന് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഫുഡ് ഡെലിവറി ആപ്സ് ആയിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി, പിന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ സാധനങ്ങളിൽ കൂടുതൽ ഓഫർ കിട്ടാൻ വേണ്ടി അങ്ങനെ പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ യൂസേജ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം അതല്ലാതെ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചാർജസും അവർ നമ്മളെ നിന്ന് ഡിഡക്ട് ചെയ്യും. അത് നമ്മൾ അറിയില്ല. കാരണം നമ്മൾ വിചാരിക്കും എല്ലാ ക്രെഡിറ്റ് കാർഡും എല്ലാ സ്ഥലത്തും യൂസ് ചെയ്താൽ ഒരേപോലെയാണ്. ഒരിക്കലും അല്ല. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇ-കോം വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ചാർജസ് ഉണ്ടാവും. സോ ഞാൻ അതിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്സിൽ ഒരെണ്ണമാണ് അത് ഞാൻ ഫ്യൂവൽ അടിക്കാനൊക്കെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് അവരൊരു എത്രയോ 5% ആയിട്ടും ഇൻട്രസ്റ്റ് അതിൽ ആദ്യം എടുക്കും. ഇപ്പൊ ഞാൻ 1000 rupees-നാണ് ഫ്യൂവൽ അടിച്ചത് വിചാരിക്കുക. അപ്പൊ 1005, 1010 അങ്ങനെ അവർ ഡിഡക്ട് ചെയ്യും നമ്മളെ അക്കൗണ്ടിൽ നിന്ന്. എന്നിട്ട് അതിലൊരു 5 പൈസ അല്ലെങ്കിൽ 10 പൈസ കുറച്ചിട്ടാണ് അവര് തിരിച്ച് നമുക്ക് ഓഫർ എന്നുള്ള രീതിയിൽ തിരിച്ച് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും, അല്ലെങ്കിൽ കാർഡിലേക്ക് തിരിച്ചിട്ട് തരും. അപ്പൊ അതിൽ നിന്നൊരു 10 പൈസ അങ്ങനെ നമ്മൾ എത്ര തവണ അല്ലെങ്കിൽ എത്ര ബൾക്ക് എമൗണ്ടിനാണോ നമ്മൾ അത് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർ ഡിഡക്ട് ചെയ്യും. അതിൽ നിന്ന് കുറച്ചൊരു പൈസ, അത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ടൈപ്പ് ഓഫ് എമൗണ്ട് ആയിരിക്കും. പോയിന്റ് ഇത്ര പൈസ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ അത് ഒരുപാട് തവണ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. സോ അത് നമ്മളെ ബില്ലിൽ വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഓരോ തവണയും ഇത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലില്ല എന്നുള്ളതാണ് വാസ്തവം.
സോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട അതാണ്, ഏത് ടൈപ്പ് ഓഫ് കാർഡാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾ തികച്ചും ബോധവാനായി. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള വെച്ചിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും ചാർജസ് ഉണ്ടോ? ആനുവൽ ചാർജസ് എന്നോട് ഒരു ചാർജസ് ഉണ്ടാവും. ഇപ്പം ചില കാർഡ്സ് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും, അതിൽ നമുക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ലൈഫ് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ചില കാർഡ്സിന് ആനുവലി 250 അല്ലെങ്കിൽ 500 അങ്ങനെ പല റേഞ്ച് ചാർജസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. കാരണം അത് നമുക്ക് ബാങ്ക് ഫ്രീ ആയിട്ട് തരുന്ന കാർഡല്ല, അത് നമുക്ക് റെന്റിന് തരുന്ന പോലെയാണ്. ഓരോ ഇയറിലും നമ്മൾ അതിന് റെന്റ് പേ ചെയ്യണം. സോ അതൊരിക്കലും ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വേവ് ഓഫ് കട്ട് ലിമിറ്റ് ഉണ്ടാവും. അതായത് ആ ഒരു ചാർജ് നമ്മളിൽ നിന്ന് ബാങ്ക് പിടിക്കാതിരിക്കണമെങ്കിൽ ഇത്ര രൂപ നമ്മൾ ആനുവലി പർച്ചേസ് ചെയ്തിരിക്കണം എന്നൊരു ലിമിറ്റ് വെക്കും. അപ്പോൾ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 500 ആനുവൽ ചാർജ്. അപ്പൊ അത് നമുക്ക് വേവ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ബാങ്ക് നമുക്കൊരു വഴി തരും. അതായത് മിനിമം നമ്മളൊരു 50,000 പെർ ഇയർ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 50,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 50,000 മീൻസ് 50,000 രൂപയ്ക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ബില്ല് 50,000 എബോവ് ആണെങ്കിൽ നമുക്ക് 500 രൂപ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, 500 രൂപയല്ലേ, ഓരോ തവണ നമ്മൾ ചെറിയ ചെറിയ പർച്ചേസ് എടുത്തത് എന്തായാലും 500 മീറ്റ് ചെയ്തോളും എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പോകെ പോകെ യൂസേജ് ശ്രദ്ധിച്ചു വരുമ്പോൾ അതിൽ ഓരോ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കും. നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ചല്ലേ, നമ്മളതിൽ റിയൽ ടൈം മണി വെച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസേജ് കുറയ്ക്കാം, ഇന്ന സ്പെസിഫിക് കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതിന് നമ്മൾ റിയൽ ടൈം മണി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ്, അതായത് ഈ ഒരു ആനുവൽ ചാർജ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ 50,000 മീറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്ക് നമ്മളെ പുഷ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത്. അപ്പൊ അതിൽ നമ്മൾ വീഴരുത്. ആനുവൽ ചാർജസ് ഇല്ലാത്ത കാർഡ് മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ വെറുതെ വാങ്ങിക്കൂട്ടേണ്ട ആവശ്യം വരും, അതായത് ഈ 50,000 മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിലേക്ക് ആരും എത്താതിരിക്കുക. ആനുവൽ ചാർജ് ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള കാർഡുകൾ എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ചാർജസ്, ഓരോ കാർഡുകൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മളെ വിളിക്കുന്ന ഒരു ആളുണ്ടാവും, റെപ്രസെന്റേറ്റീവ്, ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ്. അവര് നമ്മളെ അടുത്ത് പറയുന്നതിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നായിരിക്കും. ബട്ട് നമ്മൾ അതിന്റെ ഓരോ ഗൈഡ് ലൈൻസും, ഒരു 3-4 പേജുള്ള ഗൈഡ് ലൈൻസ് യൂസർ മാനുവൽ നമുക്ക് വായിച്ചു നോക്കാൻ അറിയില്ല, അത് പറ്റില്ല, ടൈം ഉണ്ടാവില്ല അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംഭവങ്ങളൊക്കെ ആ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. മേ ബി അതിൽ ചിലപ്പോൾ നമുക്ക് വായിച്ചു പോകാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ChatGPT ഇട്ടിട്ടോ നമുക്ക് അതിന്റെ ഒരു സമ്മറൈസ് ആയിട്ടുള്ള രൂപത്തിൽ നോക്കിയിട്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ട് മാത്രം അത് പർച്ചേസ് ചെയ്യുക. അപ്പം ഒരിക്കലും റെപ്രസെന്റേറ്റീവ് അതിന്റെ നെഗറ്റീവ് സൈഡ് നമ്മുടെ അടുത്ത് പറയില്ല. അവരത് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്, അവർക്ക് ഒന്ന് കമ്മീഷൻ കിട്ടും. സോ അതാണ് അവരുടെ വരുമാനം. സോ അതൊരിക്കലും അവർ ഇല്ലാതാക്കില്ല. അതുകൊണ്ട് നമ്മളായിരിക്കണം ബോധവാനായിരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആനുവൽ ചാർജിനെ പറ്റി ബോധവാനായിരിക്കണം. അതേപോലെ ഹിഡൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ എവിടെയൊക്കെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്താൽ ചാർജസ് കൂടുതൽ പിടിക്കും, അതൊക്കെ നമ്മൾ തന്നെ നോക്കി കണ്ടുപിടിക്കണം. അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം, റിസർച്ച് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പോകെ പോകെ ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് കാശ് നമ്മളെ കയ്യിൽ ഓരോ ബാങ്കുകളും ഗ്രാബ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചില ക്രെഡിറ്റ് കാർഡ്സിന് നമുക്ക് ഫസ്റ്റ്ലി വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ഇപ്പൊ നമ്മുടെ കമ്പനീന്റെ ബേസിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീന്റെ സാലറി അക്കൗണ്ടിന്റെ ബേസ് ആയിട്ടാണ് നമുക്ക് കൂടുതൽ വെരിഫിക്കേഷൻ്റെയോ അല്ലെങ്കിൽ കുറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ കിട്ടും. പക്ഷെ ചില ക്രെഡിറ്റ് കാർഡ്സ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്, ആനുവൽ ചാർജ് ഇല്ലാതെ ഫീ ഒന്നും ഇല്ലാതെ കിട്ടുന്നതാണ്. അതിൽ ഒരുപാട് വെരിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സാലറി സ്ലിപ്പ്, പാന്, ആധാർ, അങ്ങനെ കുറച്ചൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഒരു ടൈം മേ ബി ഒരു 5 to 7 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രോസസ്സ്. ഓൾറെഡി നമ്മുടെ കമ്പനീനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ബാങ്കിലുണ്ട്. അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. സോ 2 ടൈപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഇതിൽ ഏത് തന്നെ ആയാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തായാലും അവരുടെ അടുത്ത് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ബാങ്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് പറയാതെ നിങ്ങളുടെ സാലറി എന്നാ, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ്, നിങ്ങളൊരു ബൾക്ക് പർച്ചേസർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാധ്യതയായിട്ട് മാറോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ ബാങ്ക് നിങ്ങൾക്ക്
ക്രെഡിറ്റ് കാർഡ് തരുള്ളൂ. സോ അതാണ് സെക്കൻഡ്. പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസം മാക്സിമം 1 ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ആക്ടിവേറ്റ് ആയി കിട്ടും. ആക്ടിവേറ്റ് ആയ പിന്നെ അതിന്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. പിൻ നമ്പർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് വരും. അപ്പൊ നമുക്ക് അതിന്റെ ബാങ്കിന് ഒരു ഓതറൈസ്ഡ് ആപ്പ് ഉണ്ടാവും. ആ ആപ്പിൽ കൂടെ മാത്രം നിങ്ങൾക്ക് അതിന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. വേറെയും ഒരുപാട് തേർഡ് പാർട്ടി ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പം അതിന് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡിൽ ബില്ല് പേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ലിമിറ്റ് ചെയ്യുകയാണ്, ഇതൊക്കെ നമ്മളത് പേ ചെയ്ത് കഴിഞ്ഞ ആ ഓതറൈസ്ഡ് ബാങ്കിന്റെ ഇതിൽ റിഫ്ലക്ട് ചെയ്യണ മേ ബി ഒരു 1 or 2 ഡേയ്സിന്റെ ഡിഫറൻസ് വരും. അപ്പൊ നിങ്ങൾ മാക്സിമം ബാങ്കിന്റെ ആപ്പ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അതിൽ എന്തെങ്കിലും ഗ്ലിച്ചോ കാര്യങ്ങളോ അടിക്കുക, അല്ലെങ്കിൽ സെർവറിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ വന്നിട്ട് നിങ്ങൾ ഇവിടെ പേ ചെയ്യുന്ന പൈസ അവിടെ റിഫ്ലക്ട് ആവാതെ മേ ബി ഡിലേ ആയിട്ട് നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് ബില്ലിന് വരെ ചാർജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതിന്റെ ബാങ്കിന്റെ ഓതറൈസ്ഡ് ആപ്പ് തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ തന്നെ തേർഡ് പാർട്ടി ആപ്പ് വഴിയാണ് നമുക്ക് ആ ആപ്പിന്റെ സർവീസിനെ കോൺടാക്ട് ചെയ്ത് അതൊക്കെ ചെയ്ത് കുറച്ച് ലെങ്തി ആവും പ്രോസസ്സ്. അല്ലാതെ ബാങ്കിന്റെ തന്നെ ആപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിനെ തന്നെ കോൺടാക്ട് ചെയ്യണം. അതിന്റെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ട്രബിൾ ഷൂട്ടിങ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ബാങ്കിന്റെ ഓതറൈസ്ഡ് ആപ്പ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പിൻ നമ്പർ ഒക്കെ സെറ്റ് ചെയ്തു, പിന്നെ നിങ്ങൾ ലിമിറ്റ് ഒക്കെ നോക്കിയൊക്കെ സെറ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന പർച്ചേസ് തന്നെ EMI ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഡെപ്സിലൂടെയാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്, നിങ്ങൾ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആണ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻസ് ദാറ്റ് മച്ച് ഓക്കെ അല്ലാത്ത ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡെപ്റ്റിന്റെ പൂളിലേക്ക് ചെന്നപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്തായാലും കുറച്ച് ചിന്തിച്ച് കുറച്ച് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ പഠിച്ചതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് ആരും ക്രെഡിറ്റ് കാർഡ് എടുക്കരുത്, ആരും ഇങ്ങനത്തെ ഒരു ചിന്തിക്കാനുള്ള മെന്റാലിറ്റി ആരും എടുക്കരുത് അല്ല പറയാം. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ബാഡ് സൈഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ബോധവാനാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടായ ഫസ്റ്റ് തെറ്റാണ്. ഫസ്റ്റ് തന്നെ ഞാൻ EMI ഒരു സാധനം പർച്ചേസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ EMI പർച്ചേസ് ചെയ്യുന്ന ഫുൾ പ്രോസസ് തന്നെ എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ഒരു വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്, നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ ബാങ്ക് ത്രൂ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ബാങ്ക് ട്രസ്റ്റ് ചെയ്യാണ്. അതായത് നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെന്ന് ബാങ്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു ഓഫർ ബാങ്ക് തരികയാണ്. ഞാനൊരു 50,000 രൂപ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് തരികയാണ്. ഇത് ഒരു ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഡെപ്റ്റ് ആണ് ബാങ്ക് നിങ്ങൾക്ക് തരുന്നത്. അത് ഡെപ്റ്റ് വെച്ചാൽ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട കാശാണ്. അപ്പം ഈ ഒരു പൈസ ഒരിക്കലും നമ്മുടേതല്ല, ഇത് ബാങ്കിന്റെയാണ്. ഈ കാശ് നമ്മൾ എത്ര എടുത്താലും ആ കാശ് ഇൻട്രസ്റ്റോട് കൂടിയാണ് ബാങ്കിന് നമ്മൾ കൊടുക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 50,000 രൂപ എനിക്ക് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ തന്നിട്ടുണ്ട്. ഈ ഒരു കാശിൽ നിന്ന് ഞാൻ ഈ മാസം, അതായത് ക്രെഡിറ്റ് കാർഡ് പ്രോബബ്ലി 50 ഡേയ്സ് ഓഫ് റിട്ടേൺ ടൈം ആണ് ഓഫർ ചെയ്യുന്നുണ്ടാവും, 50 or 60 days ഐ തിങ്ക് സോ. അപ്പം അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50,000 നിന്ന് ഒരു 10,000 രൂപയുടെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് 10,000 രൂപ കിട്ടി. ഈ 10,000 രൂപ നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പൊ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് നിന്ന് ഈ 10,000 കുറഞ്ഞു. അപ്പൊ നമ്മുടെ ലിമിറ്റ് 40,000 രൂപയായിരിക്കും. അപ്പൊ ഈ പർച്ചേസ് നമ്മൾ റെഡി ക്യാഷ് ആണ് നടത്തുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഈ 10,000 രൂപ എടുത്തു, അവിടെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു, സാധനം പ്ലേസ്ഡ് ആയി. കൊമേഴ്സ് വെബ്സൈറ്റിൽ എവിടുന്ന നമ്മൾ പർച്ചേസ് ചെയ്താൽ അവർക്ക് ഫുൾ എമൗണ്ട് പേ ചെയ്യും. പിന്നെ അവർക്ക് അതിൽ യാതൊരു കമ്മിറ്റ്മെന്റോ ലയബിലിറ്റി ഒന്നുമില്ല സെല്ലർക്ക്. പിന്നെ നമ്മൾ ആ സാധനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം എടുത്ത് പർച്ചേസ് ചെയ്ത് നെക്സ്റ്റ് ഇപ്പോൾ ഞാനിപ്പോ November 1 ഈ സാധനം പർച്ചേസ് ചെയ്ത് വെച്ചാൽ എനിക്കൊരു ബിൽ ജനറേഷൻ ഡേറ്റ് ഉണ്ടാവും. അപ്പൊ ബിൽ ജനറേഷൻ ഡേറ്റ് എന്നാണെന്ന് നമ്മൾ നോക്കണം. അതായത് മേ ബി ചില കാർഡ്സിനൊക്കെ ബിൽ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് ഓഫ് ദ മന്ത് ആയിരിക്കും. ഇപ്പൊ November 1 എടുത്ത വെച്ചാൽ November 13 ബില്ല് ജനറേറ്റ് ചെയ്യുക. അത് കോൺസ്റ്റന്റ് ഡേറ്റ് ആണ്. ബില്ല് ജനറേഷനും ബില്ല് നമ്മൾ പേ ചെയ്യേണ്ട ഡെഡ് എൻഡ് ഡേറ്റും രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മൾ ഏത് ഇതിലായാലും ശരി, ഇപ്പൊ 1-ാം തീയതി, 2-ാം തീയതി, 10-ാം തീയതി, 13-ാം തീയതി, 15-ാം തീയതി ഏത് ഡേറ്റിന് എടുത്താലും ബില്ല് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു കേസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കാർഡിന്റെ ബിൽ ജനറേഷൻ ഡേറ്റ് 14th or 15th ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 1-ാം തീയതി ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ബില്ല് ജനറേറ്റ് ആവും. ഈ ജനറേറ്റ് ആവുന്ന ബില്ല് നെക്സ്റ്റ് മന്ത്, തൊട്ടടുത്ത മന്ത് 2nd അല്ലെങ്കിൽ 4th അങ്ങനെ ഒരു ഡേറ്റ് സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു ഡേറ്റിനായിരിക്കും ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ
കാശ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ 10,000 രൂപ പേ ചെയ്യണം. അതായത് ബില്ല് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ബ്രേക്കപ്സ് ഇല്ല എന്തൊക്കെ സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് മന്ത് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു EMIക്ക് ഒരു ഫോണാണ്. ആ പർച്ചേസ് ചെയ്ത ഫോണ് എനിക്ക് യാതൊരു ഹിഡൻ ചാർജ് ഇല്ല, അല്ലെങ്കിൽ അതിൽ നോ കോസ്റ്റ് EMI ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ബട്ട് അതിന്റെ ഫസ്റ്റ് മന്ത് ബില്ല് വന്ന സമയത്ത് 199 പ്രോസസ്സിംഗ് ഫീ, പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പിടിച്ചിട്ട് അത് തിരിച്ച് അതിലേക്ക് തന്നെ വരും. അതായത് നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മളെ സെല്ലർ ചാർജ് ചെയ്യുന്നുണ്ടോ, അത് ബാങ്ക് നമുക്ക് തിരിച്ചിരുന്ന രീതിയിൽ അതിൽ കാണിക്കാം. അപ്പൊ ഈ ഒരു എമൗണ്ട് ഒരു 1000 സംതിങ് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് പിടിച്ചിട്ട് തിരിച്ചിലേക്ക് തന്നെ നമ്മളെ കാർഡിലേക്ക് തന്നെ വന്നത് കാണിക്കും. പിന്നെ ഈ ഇൻട്രസ്റ്റിന്റെ മേലെ ഒരു GST ഉണ്ടാവും. ആ GST ഒരിക്കലും എവിടെയും പറയൂല, അത് എവിടെയും നമുക്ക് കാണാനും പറ്റില്ല. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിൽ മാത്രം നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. സോ അത് ഓരോ മന്തും നമ്മൾ EMI പേ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റിന്റെ മേലുള്ള GST കൂടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതാരും നമുക്ക് തിരിച്ചു തരാൻ പോകില്ല. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. നമുക്ക് ഒരു കാരണവശാലും GST ഇല്ലാത്ത ഒരു സാധനം നമുക്ക് കിട്ടാൻ പോണില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു സാധനം EMIക്ക് എടുക്കുമ്പോൾ ഓരോ മാസം എത്ര മാസം EMIക്കാണ് നിങ്ങൾ വെച്ചാൽ അത്രയും മാസം നിങ്ങൾ ആ ഇൻട്രസ്റ്റിന്റെ മേലെ GST കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഫോൾട്ട് അതാണ്. ഫസ്റ്റ് തന്നെ EMIക്ക് സാധനം എടുത്തു, EMIക്ക് എടുത്തതിന് ഓരോ മാസം ഞാൻ GST അടച്ചുകൊണ്ടിരുന്നു, പ്രോസസ്സിംഗ് ഫീ ഉണ്ടായിരുന്നു, ഹിഡൻ ചാർജസ് വേറെ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് ബില്ല് ജനറേറ്റ് ചെയ്ത് കറക്റ്റ് ഡേറ്റിന്റെ സമയത്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മിനിമം എമൗണ്ട് പേ ഉണ്ടാവും. അപ്പൊ എന്റെ ടോട്ടൽ ബില്ല് ചിലപ്പോൾ ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെ 12,000 രൂപയാണ് എന്റെ ടോട്ടൽ ബില്ല്. അപ്പൊ എന്റെ കയ്യിൽ അപ്പൊ അത്രയും കാശില്ല. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, ഇത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. EMI ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിന്റെ പുറത്ത് അവർക്ക് കുറേ ചാർജസ് പിടിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവരത് ഓഫർ ചെയ്യുന്നത്. അതിലൊരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരും. നിങ്ങൾ സാധാരണ 12,000 രൂപ പേ ചെയ്യേണ്ടത് 12ന്റെ മേലേക്ക്, അതായത് 15-20 നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. അപ്പൊ അത് ചെയ്യരുത്. അത് ഞാൻ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ഞാൻ വാണിംഗ് എന്നാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ EMIക്ക് എടുത്തു എന്നുള്ളത് മാത്രമാണ്, അത് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ എന്തായാലും അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. പിന്നെ അതിൽ ബിൽ ജനറേഷൻ ഡേറ്റ് കഴിഞ്ഞ് സെക്കൻഡിന് നമ്മൾ ഡെഡ് എൻഡ് വരുന്ന സമയത്ത് കറക്റ്റ് എമൗണ്ട് ഫുൾ എമൗണ്ട് പേ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഡിലേ ആവും തോന്നുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കാശ് മറിച്ചിട്ടായാലും അത് പേ ചെയ്തിട്ട് പിന്നീട് ആ മറിച്ചവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവിടുന്ന് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും, 2x ആയിരിക്കും. നമ്മൾ ഒറിജിനലി പേ ചെയ്യേണ്ട എമൗണ്ട് 2x ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പേ ചെയ്യേണ്ടി വരും. സോ അതിനൊരിക്കലും ഫോളോ ചെയ്യരുത്. പിന്നെ വരുന്ന വെച്ചാൽ നമുക്ക് ഈ ഡെഡ് എൻഡിൽ പേ ചെയ്യാൻ പറ്റിയില്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് റവന്യൂ ക്രെഡിറ്റ് കാർഡിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, ഡിലേ ആവാ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസസിൽ നമ്മൾ കറക്റ്റ് ഡേറ്റിന്റെ തലേ ദിവസം ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത് പ്രോസസ് ആയിട്ട് ഇവിടെ റിഫ്ലക്ട് ആയില്ല എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളും പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും കാശ് കിട്ടിയിട്ട് എനിക്കറിയാം. സോ അതിനൊരിക്കലും ഇടവരുത്തരുത്. മാക്സിമം ഒരു 2 or 4 ബിസിനസ് വർക്കിംഗ് ഡേയ്സിന് മുന്നേ ആയിട്ട് തന്നെ ഈ ബില്ല് പേ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവര് എന്തൊക്കെ ചാർജസ് അതിന് പിടിക്കുന്നു അത് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ EMIക്ക് ഇടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. റെഡി ക്യാഷ് ആയിട്ട് തന്നെ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യുക. അതിൽ ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ EMIക്ക് ഇടുമ്പോൾ പല ഓഫേഴ്സ് ഉണ്ട്, അങ്ങനെ കുറവാന്നൊക്കെ നോക്കി കഴിഞ്ഞാലും ഒരു രീതിയിലും EMIക്ക് എടുക്കാതിരിക്കുക. മാക്സിമം റെഡി ക്യാഷ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം റെഡി ക്യാഷ് ആയിട്ടുള്ള എമൗണ്ടിന് എടുക്കുക. എന്നിട്ട് കറക്റ്റ് ഡേറ്റിന്റെ മുന്നേ ആയിട്ട്, അതായത് ഡെഡ് എൻഡ് ബില്ല് ജനറേറ്റ് ചെയ്ത് ഡെഡ് ക്രോസിംഗ് ഡേറ്റിന്റെ മുന്നേ ആയിട്ട് തന്നെ ഈ എമൗണ്ട് പേ ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ശീലോ അല്ലെങ്കിൽ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തവർ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കരുത് എന്ന് പറയാനുള്ള മെയിൻ റീസൺ അതാണ്. അപ്പൊ നമുക്കൊരു ബാക്കപ്പും ഉണ്ടാവില്ല. ഇൻ കേസ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് കറക്റ്റ് ടൈമിന് പേ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ അതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബില്ല് പേ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്, നിങ്ങൾ നല്ല ക്രെഡിറ്റ് കാർഡ് ഹോൾഡ് ചെയ്യുന്ന പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് റോളിംഗ്. അതായത് ഒരു ബില്ല് ഒരു 3 or 4 മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്.
ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കുക, അടുത്ത ആ ഒരു സംഭവം നിങ്ങളൊരു ഭയങ്കര എക്സ്പേർട്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു സാധനം ചെയ്യാൻ. അത് ഒരിക്കലും ഫ്രീ അല്ല, നമുക്ക് അതിൽ നിന്നും കുറെ ചാർജസ് അവർ പിടിക്കുന്നുണ്ട്. ചില സമയത്ത് അത് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. സോ നിങ്ങളെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അതിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫസ്റ്റ് തൊട്ടേ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് ഒരു ഐഡിയ ആണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്താൽ ഇത് ബെനിഫിഷ്യൽ ആയത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കാം, സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് മാത്രം അത് ഫസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ ചെയ്യുന്നൊരു തെറ്റ് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇത്ര എമൗണ്ട് വരെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റും, അതായത് റിയൽ ക്യാഷ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന് നല്ല എമൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തൊക്കെ വലിയ സിറ്റുവേഷൻ വന്നാലും നമ്മളെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റിൽ നിന്ന് റിയൽ ടൈം മണിയായിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യരുത്. അത് സെക്കൻഡ് ലെസൺ ആണ്. അത് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്, നിങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കുറെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു. ഇനി ഇത് ആർക്കൊക്കെ വേണം, ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പർച്ചേസസ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാന്നുള്ളതിലെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ട്, ഫസ്റ്റ് ക്രെഡിറ്റ് സ്കോർ ഭയങ്കര ലോ ആണ്. ക്രെഡിറ്റ് സ്കോർ എനിക്ക് ഉയർത്തി കൊണ്ടുവരണം, എനിക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്, ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നുള്ളവർക്ക് ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോർ ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉയർത്താൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെന്റ് പോലും മിസ് ഔട്ട് ആവാൻ പാടില്ല, ഒരു പേയ്മെന്റ് ഡിലേ ആവാൻ പാടില്ല, മിനിമം പേ ചെയ്യാൻ പാടില്ല. കറക്റ്റ് എമൗണ്ട് തന്നെ കറക്റ്റ് ടൈമിന് പേ ചെയ്തിട്ട് പോയാലേ ഈ സിബിൽ സ്കോർ റൈസ് ആവുള്ളൂ. സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ടു ബൈ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ്. ടു ബൈ എന്ന് പറയുമ്പോൾ കണ്ട സാധനങ്ങളെല്ലാം ബൈ ചെയ്യാനുള്ള ലിസ്റ്റ് അല്ല ടു ബൈ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു സാധനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം, നിങ്ങൾക്ക് ആ സാധനം ഒരു നീഡാണ്. ഒരിക്കലും ഐ വോണ്ട് ദിസ് തിങ് എന്നുള്ളതിലുപരി ഐ നീഡ് ദിസ് തിങ്, നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സാധനങ്ങൾ മാത്രം ഒരു ലിസ്റ്റ് ആക്കിയിട്ട് അതിൽ ഓഫറുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള അതിലുള്ള ചാർജസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ബെനിഫിഷ്യൽ ആണ് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് സെക്കൻഡ് തിങ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങളൊരു ഫിനാൻഷ്യൽ എന്താ പറയുക ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ്, ഓൾറെഡി അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾക്കൊരു നല്ല ഫിനാൻഷ്യൽ ലിറ്ററസി കൈവരിക്കണം, ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം നല്ലോണം പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നല്ല ചിന്തയോട് കൂടി. അല്ലാതെ ഒരിക്കലും കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി വലിയൊരു ഡെപ്റ്റിലേക്ക് പോയി അതിൽ നിന്ന് പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഭയങ്കര പ്രഷറിലൂടെ പോയി അങ്ങനെ പഠിക്കുന്ന ഒരിക്കലും ഫിനാൻഷ്യൽ ലിറ്ററസി അല്ല, അത് ശുദ്ധ പോഴത്തരാണ് ഞാൻ പറയും. സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഫ്യൂവൽ എക്സ്പെൻസ് എല്ലാ മാസവും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം. അപ്പൊ ഫ്യൂവലിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാർഡ്സ് തരുന്ന കുറെ ബാങ്ക്സ് ഉണ്ട്. അപ്പം ആ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാർഡുകൾ മാത്രം ഉപയോഗിച്ച് ഫ്യൂവൽ അടിക്കുകയാണെങ്കിൽ റീഫിൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് ഓഫേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് ഇത്ര % ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ സ്വൈപ്പ് ഓഫിന് എത്രത്തോളം ഇൻട്രസ്റ്റ് അവർ പിടിക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ച് ഓഫേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു സാധനം ഉപയോഗിക്കുക. അത് നല്ലൊരു ഓഫർ ആണ് അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക, അത് ഓക്കെ ആണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി ഗ്രോസറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നായാലും മാളിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പർച്ചേസ് കാർഡ് ഉണ്ടോ, പർച്ചേസ് കാർഡ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ, അതും നിങ്ങൾ ചാർജ് പിടിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൂടുതൽ ഡീസെന്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത് അവൈൽ ചെയ്യാൻ നോക്കുക. അപ്പൊ അതും ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പച്ചക്കറി പലചരക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ റൂപേ കാർഡ് അവൈലബിൾ ആണ്. റൂപേ കാർഡ് യൂസ് ചെയ്തിട്ട് പേ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവർ പിടിക്കുന്നില്ല. അപ്പൊ മാക്സിമം ആ ഒരു സമയത്ത് മാത്രം റൂപേ കാർഡ് യൂസ് ചെയ്യാം. പിന്നെ റൂപേ കാർഡിന് ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂപേ കാർഡ് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ജി പേ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ പേയ്മെന്റ് മെത്തേഡ്സിലും നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേറെ സ്കാൻ ആൻഡ് പേ ചെയ്തു പോകും. അപ്പൊ നമ്മൾ ബില്ല് വരുന്ന സമയത്ത് മനസ്സിലാവും ഇത്രത്തോളം എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയിരുന്നു. സോ അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, കുറച്ചൊന്ന് അവെയർ ആയിട്ട് ഇരിക്കുക. ഇത് നിങ്ങളുടെ കയ്യിലുള്ള കാശല്ല ചെലവാക്കുന്നത്, ബാങ്കിന്റെ കയ്യിൽ നിന്ന് കട എടുക്കുന്ന കാശാണ് ഈ ചെലവാക്കുന്നത്, ഇത് ഓർത്തിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
രൂപേ കാർഡും ഗുഡാണ്. അപ്പൊ അതിൽ 2 ടൈപ്പ് കാർഡുകളുണ്ട്. ഈ പറഞ്ഞ ഇതിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു ഫിസിക്കൽ കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്. അതല്ലാതെ രൂപേ കാർഡ് നമുക്ക് ഇതായിട്ട് ലൈക്ക് വിർച്വൽ ആയിട്ടുള്ള കാർഡുകളും ഉണ്ട്. അത് ഈ പറഞ്ഞ രീതിയിലുള്ള GPay UPI ട്രാൻസാക്ഷൻസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയില്ലേ, ആ പരിപാടിക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതും നല്ലൊരു ഓപ്ഷനാണ്. അതിൽ കൂടുതൽ നമുക്ക് ചാർജസ് ഒന്നും വരില്ല. പിന്നെ അതേപോലെ കുറച്ച് ഡൂസും ഡോൺസും ഒക്കെ ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൽ കുറെ ഡോൺസ് ഉണ്ട്. ഡോൺസിൽ ഫസ്റ്റ് തന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കാർഡ് ഒരിക്കലും ഒരാൾക്കും ഷെയർ ചെയ്യരുത്. കാർഡായാലും അതിന്റെ OTP ആയാലും പാസ്വേഡ് ആയാലും എന്തായാലും ഒരാൾക്കും ഷെയർ ചെയ്യരുത്. കാരണം ഒരിക്കലും അതിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ട് നമ്മളത് അറിയാതെ പോയി കഴിഞ്ഞാൽ അവർ ഓവർ സ്പെൻഡ് ചെയ്യും. കയ്യിൽ ഈ കാർഡിന്റെ ഡീറ്റെയിൽസ് ഉള്ളവർ ഓവർ സ്പെൻഡ് ചെയ്യും. OTP വെച്ചിട്ട് പല രീതിയിൽ പർച്ചേസ് നടത്തി ചെയ്താൽ നമ്മളത് തിരിച്ചടക്കേണ്ടി വരും. നമുക്കത് ഒരിക്കലും മറ്റൊരാള് ചെയ്തിട്ടില്ലാന്ന് ഒരാളെ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. അത് ബ്ലെയിം ഈസ് ഓൺ അസ്. നമ്മളാണ് അതിൽ തെറ്റുകാർ. സോ നമ്മളെ എല്ലാവരും കുറ്റം പറയുള്ളൂ. സോ അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വിഡ്രോ ചെയ്യാതിരിക്കുക. എല്ലാ സാധനങ്ങളും ക്രെഡിറ്റ് കാർഡ് EMI എടുക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ കാർഡിന്റെ പേയ്മെന്റ്സ് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. പിന്നെ റോൾ ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് 1 ക്രെഡിറ്റ് കാർഡ് ടു അതർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് മേ ബി 1 lakh 2 lakh ഒക്കെ ഉണ്ടെങ്കിലും മാക്സിമം അതിന്റെ നമ്മൾ ലിമിറ്റ്, യൂസേജ് ലിമിറ്റ് ഒരു 30% ഡൗൺ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു ലിമിറ്റ്, അതായത് മാക്സിമം 50%, അതായത് 1 lakh ലിമിറ്റ് ഉണ്ടെങ്കിൽ 50,000 വരെയെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഗ്രസീവ് സ്പെൻഡർ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കാശ് അത്യാവശ്യം ഉണ്ട് മനസ്സിലാക്കിയിട്ട് ബാങ്ക് നമ്മളെ ക്രെഡിറ്റ് സ്കോറിന് അത് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ അതുകൊണ്ട് ഓവർ സ്പെൻഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും കീപ് ഇറ്റ് ഡൗൺ 30%. ഓക്കെ, 30% ഓഫ് യുവർ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ്. പിന്നെ ഫോമോല് വീഴാതിരിക്കുക, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫർ ഉള്ള ഒരു സാധനം വന്നു, ആ സാധനം ശരിക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഏക റീസൺ ഫിയർ ആണ്. ഇത് മിസ് ഔട്ട് ആയി പോകും, പിന്നെ കിട്ടില്ല. അങ്ങനത്തെ ഒരു ഫിയർ നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളിലേക്ക് ഒരു ലഹരി പോലെ ഇൻജക്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഓരോ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. പിന്നെ അതൊരു നിങ്ങളെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോ സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൂട്ടിയാൽ പിന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു ബേർഡനിലേക്ക് നിങ്ങൾ എത്തിക്കും, ഒരു ഫിനാൻഷ്യൽ ബേർഡനിലേക്ക്. അപ്പൊ അതിലൊന്നും വീഴാതിരിക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആയി തോന്നി, ഒരു തിരിച്ചടയ്ക്കാൻ പറ്റില്ല, ഓരോ സമയം ഫിനാൻഷ്യൽ സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്ലോസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ക്ലോസ് ചെയ്യാൻ മീൻസ് നിങ്ങൾ അപ്പൊ തന്നെ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കൂല. അതിൻ്റെ അകത്തുള്ള ബില്ലൊക്കെ ക്ലോസ് ചെയ്ത് ഫുള്ളി ഫിനിഷ് ചെയ്ത ശേഷം ആ കാർഡ് ക്ലോസ് ചെയ്യുക. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് ഒരു നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ക്ലോസ് റിലേഷനുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആർക്കായാലും നിങ്ങളെ കാർഡ് ഉപയോഗിച്ച് ഒരു പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പലതട്ടം ആലോചിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ആളെടുത്തുനിന്ന് ബില്ല് പേ ചെയ്യാനുള്ള ഒരു എമൗണ്ട് കറക്റ്റ് ടൈമിന് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങളത് അടയ്ക്കേണ്ട അവസ്ഥ വരും. ഒരു റിലേഷൻ റൂയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഡൂസും ഡോൺസും ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആയെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അതിൽ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ഫോർ യു. നമുക്ക് റിവാർഡ് പോയിന്റ്സ് ഉണ്ടാവും. ഈ റിവാർഡ് പോയിന്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ക്ലെയിം ചെയ്യുന്ന ഓരോ ക്ലെയിം, ഇപ്പൊ നമുക്കൊരു 1000 റിവാർഡ് പോയിന്റ്സ് ഉണ്ട്. പല കാർഡും പല ടൈപ്പിലാണ് റിവാർഡ് പോയിന്റ്സ് കൊടുക്കുക. ഒരു കാർഡ് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത കാർഡ് കൊടുക്കുക. ഓരോ റിവാർഡ് പോയിന്റും ഓരോ വാല്യൂ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് കുറച്ച് റിവാർഡ് പോയിന്റ്സ് കിട്ടും. അപ്പൊ നിങ്ങളത് ബൾക്കായിട്ടുള്ള റിവാർഡ് പോയിന്റ്സ് ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ റിവാർഡ് പോയിന്റ്സ് ക്ലെയിം ചെയ്യുമ്പോഴും ക്ലെയിം ചെയ്യുന്നതിന് ഒരു ചാർജ് നിങ്ങളെ കയ്യിൽ നിന്ന് ബാങ്ക് പിടിക്കുന്നുണ്ട്, അതായത് ക്രെഡിറ്റ് കാർഡിന്റെ സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും ഫ്രീ അല്ല. സോ അത് നിങ്ങൾ ഒറ്റ സിംഗിൾ ടൈം ആയിട്ട് ലൈക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അത്രയും നല്ലൊരു ആവശ്യത്തിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ഓരോ തവണ നിങ്ങൾ പല ആവശ്യങ്ങൾ ക്ലെയിം ചെയ്ത് അതിനൊക്കെ ചാർജ് പിടിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സാധനം EMIക്ക് പർച്ചേസ് ചെയ്യാണ്, നിങ്ങളെ കയ്യിൽ കാശില്ലാതെ EMIക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് നിങ്ങൾ പ്ലേസ് ചെയ്ത ഓർഡർ കൺഫേം ആയില്ല, നിങ്ങളെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഈ ഒരു എമൗണ്ട് ഡെബിറ്റ് ആയി, പക്ഷെ നിങ്ങൾ ആ ഓർഡർ പ്ലേസ് ആയില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു സാധനം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് യൂസ് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യാണ്, ക്രെഡിറ്റ് കാർഡ് EMIക്ക് പർച്ചേസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം
ഈ പറഞ്ഞ രീതിയിൽ ടെക്നിക്കൽ കാരണം കൊണ്ട് നിങ്ങളെ എമൗണ്ട് ഡിഡക്റ്റ് ആയി പക്ഷെ ഓർഡർ പ്ലേസ് ആയില്ലെങ്കിൽ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുക. ഈ ഒരു കാശ് നിങ്ങളിൽ റിട്ടേൺ വന്നതിന് ശേഷം മാത്രം നെക്സ്റ്റ് പർച്ചേസ് പ്ലേസ് ചെയ്യണോ വേണ്ടത് നിങ്ങൾ ആലോചിക്കുക. കാരണം നിങ്ങൾ EMI ഇടുന്ന ഓരോ സാധനത്തിലും GSTയും ഈ പറഞ്ഞ ഇതിൽ ഇൻട്രസ്റ്റും അവർ പിടിക്കും. അത് തിരിച്ച് കിട്ടി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടിയെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ റെഡി ക്യാഷ് പർച്ചേസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നല്ല രീതിക്ക് യൂസ് ചെയ്യാണ് ഈ ഒരു സാധനം നിങ്ങളെ ഫിനാൻഷ്യൽ മാനേജർ ആയിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് നല്ല നല്ല ലെസൺസ് തരും, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ യൂസ് ഇറ്റ് വൈസ്ലി, യൂസ് ഇറ്റ് സേഫ്ലി. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. കുഞ്ഞു വീഡിയോ ഒന്നല്ല, ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും അറിയാം. സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഇവിടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ് ആൻഡ് ഡിസ്ലൈക്ക് ഇറ്റ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പം എന്തായാലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, എന്തായാലും ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ.